ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിലൊരു ഫിഷ് പൊള്ളിച്ചതായാലോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള തന്നെ 4 ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ 2 സൈഡും അടുത്തടുത്തായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ല അടുത്തടുത്തായിട്ട് അരിഞ്ഞു കൊടുക്കുമ്പോൾ ഇതിലേക്ക് അങ്ങ് മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും. പിന്നെ നമുക്കിവിടെ കരിമീൻ പോലത്തെ ഒന്നും കിട്ടൂല. അപ്പം ഞാനെപ്പോഴും പൊള്ളിച്ചത് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതുപോലെ ആവോലി അല്ലെങ്കിൽ അയക്കോറ ഇങ്ങനെയുള്ള മീനുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. വലിയ മീനുകളൊക്കെ ഇതുപോലെ വരിഞ്ഞു കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മസാല തേച്ചിട്ട് പിന്നെ പുറത്ത് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ചെയ്യും. അങ്ങനെ 4 മീനും വരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ കാശ്മീരി ചില്ലി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ, അതിന് പകരം നമ്മൾ പൊള്ളിക്കാനുള്ള മസാലയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വേപ്പില, പിന്നെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കരുത്. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, പൊള്ളിക്കുന്ന മസാലയിലാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ മീൻ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. എല്ലാ മീനും ഒപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണം. ഈ മസാലയിൽ നാരങ്ങാനീര് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇതിൽ ഞാൻ അതൊന്നും ചേർക്കാതെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്ന ടൈം നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല ഫ്രഷ് മീനാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടല്ലേ ഇത് ഉണ്ടാക്കുക. അപ്പോൾ ആ മസാല പോലും ടേസ്റ്റ് ഇല്ലാതെയാവും ഫ്രഷ് മീനല്ലെങ്കിൽ. ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം മസാല തേച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റാം. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള മസാല വഴറ്റാനുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കും ചെയ്യുക. അങ്ങനെ 4 എണ്ണം ഇവിടെ മസാല തേച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. മീന് മസാല പിടിച്ച് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള പൊള്ളിക്കാനുള്ള മസാല ഒക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 20ഓളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത്, അതുപോലെ 2 പച്ചമുളക് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ മസാല ഭയങ്കര എരിവായിരിക്കും, കുട്ടികൾക്കൊന്നും പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളകാണ്. പിന്നെ പിരിയമുളകും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി, കളറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാല അങ്ങ് കരിഞ്ഞു പോകും. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഈ ഒരു മസാലയ്ക്ക് ചെറുതായിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചെറുതായിട്ട് പുളി ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് മസാലയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് കിട്ടും. പുളി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. തക്കാളിയുടെ ഒരു പുളി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അധികം പുളി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. ഇനി കുറച്ച് വേപ്പില കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോയിൽക്കാക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞ് നമ്മളെ മസാലയുടെ ടേസ്റ്റ് അങ്ങ് പോവും. അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കുക. സവാള 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 മീനെല്ലാം എടുത്തിട്ടില്ല, അപ്പം 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ 1/2 കപ്പ് അതെടുത്തിട്ട് 3 സവാള ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 4 സവാള എടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഇനി ഒരുപാട് മസാല ഒന്നും ഇല്ലാതെ ഫിഷ് പൊള്ളിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചെറുള്ളി മാത്രം എടുത്താൽ മതി. ടേസ്റ്റിൽ ഒരു കുറവും ഉണ്ടാവില്ല, മസാല ഇച്ചിരി കുറഞ്ഞു പോകുന്നുള്ളൂ. മസാല പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മളിത് ഒന്ന് സവാളൊക്കെ ശരിക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ 2 തക്കാളിയാണ് അതിലേക്ക് ചേർക്കുന്നത്. ഇനി നിങ്ങൾ പുളി ചേർക്കുന്നില്ല എങ്കിൽ 3 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി കിട്ടും. തക്കാളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മീൻ ഫ്രൈ ആക്കണേൽ ചേർത്തിട്ടില്ല, അതിന് പകരം ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുക. അപ്പം മീൻ ഇങ്ങനെ കിടന്നിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ, ഒരു സൈഡ് ആയാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ടൈം കൊണ്ട് ഇതാ ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് റെഡിയാക്കി വെച്ചിരുന്നു. ഒരു തേങ്ങയുടെ പാല് ഫുള്ളും ഇപ്പം അങ്ങ് ചേർത്ത് കൊടുക്കണില്ല, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത്. ഇതാ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നന്നായിട്ട് ഒന്ന് വറ്റി വരണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി മസാല ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോഴേക്കും മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പൊള്ളിക്കുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടും ചെയ്യാം, അതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഇവിടെ ഇങ്ങനെ ആക്കി എടുത്ത് ചെയ്യണതാണ് ഇഷ്ടം, അതാണ് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇത് തണുത്തിട്ടുണ്ട് മസാല, ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത മീനും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ 4 മീനും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതാ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ വാഴയില കിട്ടാനൊക്കെ പ്രയാസമാണ് കേട്ടോ, അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം ആദ്യം വേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിലേക്ക് മസാല ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. മസാല നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം മീതെ മീൻ വെച്ച് കൊടുക്കുക. വീണ്ടും മസാല വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചെങ്കിലാണ് നമുക്ക് കഴിക്കാൻ നേരത്ത് നമ്മൾ വേറെ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നതല്ല, ഇതും കൂടെ കഴിക്കാൻ പറ്റൂ. പിന്നെ വേപ്പില, തക്കാളി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. സവാള ഉണ്ടെങ്കിൽ സവാള ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുക. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് വാഴയില കൂടുതൽ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 വെച്ചിട്ട് ആക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിത് ഇവിടെ ആക്കിയപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വാഴയുടെ നാര് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ നമ്മൾ ബാക്കി 3 റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ 1 ആയത് നമുക്ക് വേഗം തന്നെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ടും വീണ്ടും 10 മിനിറ്റോളം വേവിച്ചെടുക്കണേ. അതിന് ശേഷം ഇതാ മീൻ പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാട്ടോ. അപ്പം നല്ലൊരു മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫിഷ് പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഫിഷ് പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അയക്കോറ, ആവോലി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക. കരിമീൻ തന്നെ വേണമെന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.